പുതിയ വീഡിയോ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന ആദ്യത്തെ അപ്ഡേറ്റ് റസൽ പലൂസ എന്ന് പറയുന്ന ഏറ്റവും അവസാനമായി കഴിഞ്ഞ WWE പ്രീമിയം ലൈവ് ഇവൻറ്റിൻ്റെ യഥാർത്ഥ പ്ലാൻ എന്തായിരുന്നു എന്നുള്ളത് നമുക്കിപ്പോൾ അറിയാൻ സാധിച്ചിട്ടുണ്ട്. രണ്ട് മത്സരങ്ങളെ സംബന്ധിച്ചാണ് നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത്. അതിൽ ആദ്യത്തേത് ജോൺ സിന വേഴ്സസ് ബ്രോക്ക് ലെസ്നർ തമ്മിൽ നടന്ന ഡ്രീം മാച്ചിനെ സംബന്ധിച്ചാണ്. റസൽ പലൂസ എന്ന പ്രീമിയം ലൈവ് ഇവൻറ്റിൻ്റെ ആദ്യ മത്സരമായിട്ടാണ് ഈ ഒരു മാച്ച് നമുക്ക് കാണാൻ സാധിച്ചത്. ഒരു വൺ സൈഡ് ഡൊമിനൻസോട് കൂടി ബ്രോക്ക് വിജയിച്ച മത്സരത്തിൽ യഥാർത്ഥ പ്ലാൻ പ്രകാരം, അതായത് ആ ഷോ നടക്കുന്ന ദിവസത്തിലെ മോർണിംഗിലെ പ്ലാൻ പ്രകാരം രാവിലെ അവർ തയ്യാറാക്കി വെച്ചത് യഥാർത്ഥ സ്ക്രിപ്റ്റിൽ ജോൺസിന ബ്രോക്കിനെ പരാജയപ്പെടുത്തുന്നതായിരുന്നു അവർ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ മറ്റെന്തോ കാരണം കൊണ്ട് അത് ബ്രോക്ക് ജോൺസിനെ പരാജയപ്പെടുത്തുന്ന പോലെ കാണിച്ച് ജോൺസിനെ ക്രൗൺ ജുവൽ വരെ മാറ്റി നിർത്താം എന്നുള്ള ഒരു തീരുമാനം അവർ എടുക്കുകയായിരുന്നു. പക്ഷേ അതൊരു മണ്ടത്തരം ആണെന്ന് പറയേണ്ടി വരും. അത്തരത്തിലുള്ള ഒരു നെഗറ്റീവ് ഫീഡ്ബാക്കാണ് ആ മത്സരത്തിന് ഉടനീളം ഇപ്പോഴും ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റൊരു സ്ക്രിപ്റ്റിൽ ചേഞ്ച് വരുത്തിയത് മെയിൻ ഈവൻറ്റിലെ കോഡി റോഡ്സ് അൺഡിസ്പ്യൂട്ടഡ് WWE ചാമ്പ്യൻഷിപ്പ് ഡ്രൂ മാക്കൻഡയറിനെതിരെ ഡിഫെൻഡ് ചെയ്ത മത്സരത്തിലാണ്. ഈ മത്സരത്തിൽ ഡ്രൂവും കോഡിയും ഈ മാച്ചിൻ്റെ സ്ക്രിപ്റ്റ് തയ്യാറാക്കുന്ന സമയത്ത് ക്രിയേറ്റീവ് ടീംസിനോട് പറഞ്ഞതായിട്ട് ഒരു വെബ്സൈറ്റ് റിപ്പോർട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്: റാൻഡി ഓർട്ടൻ്റെ ഒരു ഡിസ്ട്രാക്ഷൻ മത്സരത്തിനിടയിൽ ഉണ്ടാക്കുക, എന്നിട്ട് അത് കാരണം കോഡി റോഡ്സ് പരാജയപ്പെടുക, ഡ്രൂ മാക്കൻഡയർ പുതിയ ചാമ്പ്യൻ ആകുക. അങ്ങനെ റാൻഡി ഓർട്ടനും കോഡി റോഡ്സ് തമ്മിലുള്ള ഫ്യൂഡ് നടത്തുക. അതിനുശേഷം കോഡി റോഡ്സ് ഡ്രൂവിൻ്റെ കൈവശമുള്ള ചാമ്പ്യൻഷിപ്പിന് WWE ചാമ്പ്യൻഷിപ്പിന് ചേസ് ചെയ്ത് പിന്നാലെ പോയി ഒരു ചലഞ്ചറായി പോയിട്ട് പിന്നെയും ആ ഒരു ചാമ്പ്യൻഷിപ്പ് വീണ്ടെടുക്കുന്നതായിട്ടുള്ള ഒരു സ്റ്റോറി അതും മുന്നോട്ടേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. അതും ആദ്യം സമ്മതിച്ചതായിരുന്നു, പക്ഷേ അവസാന നിമിഷം ആ സ്ക്രിപ്റ്റിലും മാറ്റങ്ങൾ വരുത്തുകയായിരുന്നു എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത്. ഒരു പക്ഷേ റാൻഡി ഓർട്ടനെ കൂടി ആ ഒരു ഭാഗത്ത് ഉൾപ്പെടുത്തുകയാണെങ്കിൽ റസൽ പലൂസ എന്ന് പറയുന്ന ഇവൻറ്റിന് കുറച്ചും കൂടി ഒരു അറ്റൻഷൻ കിട്ടുമായിരുന്നു. ഇത്തരത്തിലുള്ള ഒരു നെഗറ്റീവ് ഫീഡ്ബാക്കിലേക്ക് എത്തില്ലായിരുന്നു. പക്ഷേ എന്തോ അവർ ഈ സ്ക്രിപ്റ്റുകളെല്ലാം ചേഞ്ച് ചെയ്ത് മണ്ടത്തരങ്ങളായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഇനി വരുന്ന ക്രൗൺ ജുവൽ പ്രീമിയം ലൈവ് ഇവൻറ്റിൽ ആ തീരുമാനങ്ങളിൽ മാറ്റങ്ങൾ വന്നേക്കാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇത് കേട്ടതിന് ശേഷമുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. രണ്ടാമത്തെ അപ്ഡേറ്റ് ക്രൗൺ ജുവൽ പ്രീമിയം ലൈവ് ഇവൻറ്റിലേക്ക് പുതിയ മത്സരം കൺഫേം ചെയ്തതിനെ സംബന്ധിച്ചാണ്. സൂപ്പർ താരങ്ങളായ ജോൺസിനെയും AJ സ്റ്റൈൽസും ഒരിക്കൽ കൂടി നേരിടുന്ന വൺ ലാസ്റ്റ് ടൈം എവർ ഡ്രീം മാച്ചാണ് ക്രൗൺ ജുവലിലേക്ക് കൺഫേം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ സ്റ്റോറിയുടെ ബിൽഡപ്പിൻ്റെ കൃത്യമായിട്ടുള്ള ഒരു അപ്ഡേറ്റ് രാവിലത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി പങ്കുവെച്ചതാണ്. സോഷ്യൽ മീഡിയയിലൂടെയാണ് അവർ ഈ ഒരു മത്സരത്തിൻ്റെ സാധ്യതകൾ തുറക്കമിട്ടത്. അവസാനം ട്രിപ്പിൾ എച്ച് തന്നെ ഈ മത്സരം ഒഫീഷ്യലി കൺഫേം ചെയ്യുന്ന ഒരു വാർത്തയുമാണ് പുറത്തേക്ക് വിട്ടത്. ജോൺസിന ട്രിപ്പിൾ എച്ചിനും ആരാധകർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഒരു പോസ്റ്റും പങ്കുവെച്ചിട്ടുണ്ട്. ആരാധകർക്ക് വേണ്ടത് നമ്മൾ കൊടുക്കും, ആരാധകരാണ് നമ്മുടെ ഈ ഒരു ബിസിനസ്സിൻ്റെ നെടുന്തൂണ് എന്നൊക്കെ പറഞ്ഞ് ട്രിപ്പിൾ എച്ചിനും നന്ദി പറഞ്ഞിട്ടാണ് ജോൺസൺ ആ ഒരു പോസ്റ്റ് പങ്കുവെച്ചിരിക്കുന്നത്. അപ്പോൾ ക്രൗൺ ജുവലിൽ സീനയുടെ എതിരാളി ആരായിരിക്കുമെന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ ഒരു വ്യക്തത ലഭിച്ചിരിക്കുന്നു. ഏറ്റവും അവസാനമായി പങ്കുവെക്കാനുള്ളത് ഇന്ന് കഴിഞ്ഞ NXT വീക്ക്ലി എപ്പിസോഡിൻ്റെ മെയിൻ ഇവൻറ്റിൽ നമുക്ക് ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാൻ സാധിക്കാതിരുന്ന ഒരു പോയിന്റ്, ഒരു സ്റ്റോറിയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. TNA റെസ്ലിംഗ് എന്ന് പറയുന്ന കമ്പനിയിലെ ടോപ്പ് സ്റ്റാർസ് അടക്കം എല്ലാവരും NXTയിലേക്ക് വന്ന് NXT റെസ്ലേഴ്സുമായിട്ടൊരു വലിയ ഫൈറ്റ് ഉണ്ടാക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. സർവൈവർ സീരീസ് സമയത്തൊക്കെ പണ്ട് റോ ബ്രാൻഡിലെ റെസ്ലേഴ്സ് സ്മാക്ഡൗണിലും സ്മാക്ഡൗൺ ബ്രാൻഡിലെ റെസ്ലേഴ്സ് റോയിലുമൊക്കെ വന്നിട്ട് ഫൈറ്റ് ഉണ്ടാക്കിയതുപോലെ മറ്റൊരു റെസ്ലിംഗ് കമ്പനിയിലെ റെസ്ലേഴ്സൊക്കെ വന്നിട്ട് NXTയിൽ വന്നിട്ട് ഒരു ഗംഭീര ഫൈറ്റ് നടത്തുകയാണ്. ആ ഒരു ഫൈറ്റിലേക്ക് എത്തിച്ച ഒരു പോയിന്റ് എന്ന് പറയുന്നത് മെയിൻ ഇവൻറ്റിൽ വിന്നർ ടേക്സ് ഓൾ മത്സരത്തിൽ TNA വേൾഡ് ചാമ്പ്യനായ ട്രിക് വില്യംസും NXT ചാമ്പ്യനായ ഒബാഫെമിയും തമ്മിലുള്ള മത്സരമാണ് സാധിച്ചത്. ആ ഒരു മത്സരത്തിൽ വിജയിക്കുന്ന റെസ്ലർക്ക് 2 ചാമ്പ്യൻഷിപ്പും കിട്ടും, 2 വ്യത്യസ്ത കമ്പനികളുടെ മെയിൻ വേൾഡ് ചാമ്പ്യൻഷിപ്പ്. മത്സരം ഡിസ്ക്വാളിഫിക്കേഷനിലൂടെയാണ് അവസാനിച്ചത്. TNA താരമായ മൈക്ക് സാന്റാന ട്രിക് വില്യംസിനെ ആക്രമിക്കുന്നു. അവിടെ തൊട്ട് പിന്നീട് അങ്ങോട്ട് ഒരു പൊരിഞ്ഞടിയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. TNA റെസ്ലിംഗിലെ സ്റ്റാർസൊക്കെ ഈ മത്സരം കാണാൻ വേണ്ടിയിട്ട് റിംഗ് സൈഡിൽ ഉണ്ടായിരുന്നു, ക്രൗഡിൻ്റെ ഇടയിലൊക്കെ ഉണ്ടായിരുന്നു. അവരൊക്കെ റിങ്ങിലേക്ക് വന്ന് പിന്നെ ഭയങ്കരമായിട്ടുള്ളൊരു ഫൈറ്റ്. NXTയുടെ റോസ്റ്ററിൽ അവരുള്ളവരൊക്കെ ബാക്ക് സ്റ്റേജിൽ നിന്ന് ഓടി വന്ന് പിന്നെ ഒരു ഗംഭീര ഫൈറ്റ് കാണിച്ച് അവസാനം ഷോൺ മൈക്കിൾസൊക്കെ വന്ന് TNA റെസ്ലിംഗ് താരങ്ങളോട് ചൂടാകുന്ന രീതിയിലുള്ള മൊമെൻറ്റ്സൊക്കെ അവർ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ഗംഭീര ഫ്യൂഡ് അല്ലെങ്കിൽ ഗംഭീര സ്റ്റോറി തന്നെ TNA റെസ്ലിംഗും NXTയും തമ്മിൽ നടക്കാൻ പോകുന്നു. പണ്ട് സർവൈവർ സീരീസിലൊക്കെ നമ്മൾ കണ്ടതുപോലെ ഒരു ബ്രാൻഡ് വേഴ്സസ് ബ്രാൻഡ് അത്തരത്തിലുള്ള മത്സരങ്ങളായിരിക്കും ഇനി വരാൻ പോകുന്ന TNA റെസ്ലിംഗ് ഷോകളിലും NXT വീക്ക്ലി എപ്പിസോഡിലും NXTയുടെ പ്രീമിയം ലൈവ് ഇവൻറ്റ്സിലുമൊക്കെ നമുക്ക് കാണാൻ സാധിക്കുക. അപ്പോൾ
മറ്റൊരു ലാൻഡ്സ്കേപ്പിലേക്ക് NXT മാറി തുടങ്ങിയിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. TNA റെസ്ലിംഗിനുമായിട്ടുള്ള ആ ഒരു വർക്കിംഗ് റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ അവർ യൂസ് ചെയ്യുന്നുണ്ട്. ഇത് കൂടുതലും ഉപകാരം ചെയ്യുക TNA റെസ്ലിംഗിനാണ്, അതിൽ യാതൊരുവിധ സംശയവുമില്ല. എന്തായാലും കിടിലൻ സ്റ്റോറി ലൈനുകൾ കാണാൻ NXT നിങ്ങൾ നിർബന്ധമായി ഫോളോ ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നിങ്ങളുടെ വീഡിയോ സംബന്ധിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.